ഹലോ, എല്ലാവർക്കും എജു പോർട്ടലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഞാൻ അഫ്ലഹാണ്. ഞാൻ ബിസിനസ് സ്റ്റഡീസ് ആണ് എജു പോർട്ടൽ എടുക്കുന്നത് അല്ലേ. കുറച്ച് പേർക്കൊക്കെ ചെറുതായിട്ട് തന്നെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വിശേഷങ്ങളൊന്നും പറഞ്ഞു പോകാനുള്ള സമയമില്ല. കാരണം നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനേ 1-2 ദിവസമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ് അല്ലേ. നമ്മൾ ഒരുപാട് പഠിച്ച് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ക്ലാസ്സസും മറ്റുമൊക്കെ കേട്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലാസ്റ്റ് മിനിറ്റ് ബ്രഷപ്പ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഡിസ്കഷനാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു 20 ക്വസ്റ്റ്യൻ നോക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്ന്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഉറപ്പിക്കാം. പിന്നെ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറച്ചും കൂടി പഠിക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാനുള്ള ഒരു ഇവാലുവേഷൻ പോലെ കണ്ടാൽ മതി 20 ക്വസ്റ്റ്യൻ. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് 8 മാർക്കിനായിട്ടും അതേപോലെ 6 മാർക്കിനായിട്ടും 5 മാർക്കിനായിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ, 4 3 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോവല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? യെസ്. അതേപോലെ ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ട മക്കളെ, എന്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എന്തുണ്ട്, നമ്മുടെ ഒരു ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. നമ്മൾ ഹോൾ ചാപ്റ്റേഴ്സ് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ ടു 11th ചാപ്റ്റർ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ ആ ലൈവ് പോകുന്നത്. ആ ലൈവിൽ ആരും ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഇതും അതിനെ കൂടാണ്ട് ഇനി ഏതൊക്കെ ഇമ്പോർട്ടൻസ് 1 മാർക്കും 2 മാർക്കും ഒക്കെയുള്ള ഒരു ഡീറ്റെയിൽ ലൈവാണ് പോകുന്നത്. അതെന്തായാലും അറ്റൻഡ് ചെയ്യുക മക്കളെ. ഏകദേശം രാത്രി ഒരു 3 മണിക്കൂർ പോകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാനില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അല്ലാത്ത സമയമൊക്കെ പഠിക്കുക. ഈ പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുക, ഈ ലൈവിനെ കണ്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടി 100% ആക്കാനും പറ്റും. ഈ പിന്നെ എഴുതുന്ന പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് കൂളായിട്ട് 80 മാർക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങി പോരാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. കാരണം ഈ ലൈവ്സിനെ കുറിച്ചുള്ള, നോട്ട്സിനെ കുറിച്ചുള്ള, ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള ഫുൾ അപ്ഡേറ്റ്സ് എവിടെയാണ് വരുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് വരുന്നത്. സോ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ് അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപോകാം. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈവിലേക്കൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് കസർതി കളയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടത്, വാട്ട് ഈസ് കോർഡിനേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഏകോപനം എന്നാൽ എന്ത്, ഇതിന്റെ സവിശേഷതകൾ വിവരിക്കുക അല്ലേ. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്താണ്, എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. എന്തുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഒരുപാട് ഉത്തരത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് കണ്ട് വേഗം പോകട്ടോ. അപ്പോൾ കോർഡിനേഷൻ എന്താണെന്ന് പഠിക്കൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു 8 മാർക്കിന് അല്ലെങ്കിലും 6 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ അല്ലേ. എന്താണ്, മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങളെ ചുരുക്കി വിവരിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് അല്ലേ. എന്ത് എളുപ്പം നോക്കിയ മക്കളെ, നമുക്കറിയാം 3 ലെവൽസ് ആണുള്ളത്. ആ ട്രയാങ്കിൾ വരച്ചിട്ട് ഓരോ ലെവൽസിലും ആരാണെന്നും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഫംഗ്ഷൻസും കൂടി എഴുതിയാലേ എളുപ്പത്തിൽ നമുക്ക് എത്ര മാർക്കായി, നമുക്ക് മാർക്ക് ലഭിക്കുന്ന അല്ലെ. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഒന്നും നമുക്ക് പഠിക്കാനില്ല സത്യം പറഞ്ഞാൽ. ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവൽ ഇതൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് അറിയുന്ന വേർഡ്സ് ഒന്നും ഓർഡറിൽ എഴുതിയാൽ തന്നെ എന്തായി മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത 3ാമത്തെ ചോദ്യത്തിൽ പോകും, എക്സ്പ്ലെയിൻ ദ 8. ഈ 3ാമത്തെ ചോദ്യം 4ാമത്തെ ചോദ്യവും ഇല്ലാത്തൊരു ചോദ്യ പേപ്പറെ ബിസിനസ് സ്റ്റഡീസിൽ കടന്നു പോയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തതിന് ഹെൻറി ഫയോൾ എന്നോ FW ടൈലർ എന്നോ പ്രിൻസിപ്പിൾസ് എന്നോ പറയാത്തൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടില്ല, ഇന്നേ വരെ നമ്മുടെ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു പോയിട്ടില്ല. അപ്പോൾ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് പഠിക്കാന്നുള്ളതും FW ടൈലറിന്റെ 4 പ്രിൻസിപ്പിൾസും കൂടാണ്ട് 6 ടെക്നിക്സ് പഠിക്കാന്നുള്ളതും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ 2 ചോദ്യങ്ങളാണ്. ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് തത്വങ്ങൾ ഏതെങ്കിലും 8 എണ്ണം ചുരുക്കി വിവരിക്കുക. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്, അതേപോലെ വേരിയസ് ടെക്നിക്സ് ബൈ സയന്റിഫിക് മാനേജർ പ്രപ്പോൺഡ് ബൈ FW ടൈലർ അല്ലേ. ഇവരെ 2 ആൾക്കാരെയും വിട്ട് മക്കളെ ഒരു കളിയുമില്ല. 7 മാർക്കിന്റെ ചോദ്യം വരുന്ന ചാപ്റ്ററാണ്. ഇവരെ കുറിച്ച് ചോദിക്കുള്ളൂ. എന്ത് ചെയ്യണ്ട, മറക്കണ്ട, പഠിച്ചു വെച്ചേക്ക്. ഓക്കെ ഫൈൻ. 5ാമത്തെ ചോദ്യമാണ്, വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്. ബിസിനസ് പരിസ്ഥിതിയുടെ വിവിധ മാനങ്ങൾ പരാമർശിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളതിലെ എന്താണ് ബിസിനസ് എൻവിറോൺമെന്റ് ഡയമെൻഷൻസ്. 4 ഡയമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. എക്കണോമിക് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ ലീഗൽ ഉണ്ട്, അതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും 4 എണ്ണത്തിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതാണ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ആ ബിസിനസ് എൻവിറോൺമെന്റിൽ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ആണെന്ന് തോന്നുന്നുണ്ട്, നേരത്തെ പറയാൻ വിട്ടുപോയത്. ഓക്കെ ഫൈൻ. നമുക്ക് 6ാമതായിട്ട് അടുത്തൊരു ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ്, വേരിയസ് സ്റ്റെപ്സ്
സ്റ്റെപ്സ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്. അടുത്ത ചാപ്റ്ററിലേക്ക് എത്തി നമ്മൾ. പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തി. പ്ലാനിങ് എന്ന ചാപ്റ്റർ മക്കളെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ആകെ പ്ലാനിങ് എന്താണെന്ന് പറയും, അതിൻ്റെ അഡ്വാൻറ്റേജ് പറയും, ഡിസഡ്വാൻറ്റേജ് പറയും, പിന്നെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് പറയും, പിന്നെ ടൈപ്സ് ഓഫ് പ്ലാൻ പറയും. കഴിഞ്ഞു. അങ്ങനെ ആകെ 4 ടോപ്പിക്കേ പറയാനുള്ളൂ. അതിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ വേരിയസ് സ്റ്റെപ്സ് ആണ്. ഏതാണ്, എവിടുന്ന് തുടങ്ങുന്നതാണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് പഠിച്ചൊരു സാധനം ഇല്ലേ, അതുണ്ട് അല്ലേ. അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മേക്കിംഗ് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. ആസൂത്രണം എന്ന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക അല്ലേ. എളുപ്പമാണ്, മറന്നു പോകരുത് കേട്ടോ. പിന്നെന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. പിന്നെ ഇത് പോയി ചാപ്റ്റർ അടുത്തയിലേക്ക് പോയി, ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോയില്ലേ. ഓർഗനൈസിംഗിലും ഈ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ടോപ്പിക്സിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്താണ് ഓർഗനൈസിംഗ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, അതും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഓർഗനൈസിംഗ് സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് 2 തരത്തിലാണ് ഓർഗനൈസിംഗ് സ്ട്രക്ചർ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്, ഫംഗ്ഷനലും അതേപോലെ തന്നെ ഡിവിഷനിലും. അടുത്ത ചോദ്യം ഞാൻ അതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്താണ്, അതേപോലെ ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ്. ശേഷം നമ്മൾ പഠിക്കുന്നു ഫോർമൽ ഏതാണ്, ഇൻഫോർമൽ ഏതാണെന്ന് പഠിക്കുന്നു. പിന്നെ നമ്മൾ ഡെലിഗേഷൻ എന്താ, ഡീസെൻട്രലൈസേഷൻ കഴിഞ്ഞു. ആ ചാപ്റ്ററും കഴിഞ്ഞു അല്ലേ. എന്ത് എളുപ്പം നോക്കിക്കേ. വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല ബിസിനസ് സ്റ്റഡീസിൽ കേട്ടോ മക്കളെ. കുറച്ച് മനപ്പാടാക്കേണ്ടി വരും. ആ മനപ്പാടമാക്കുന്നത് നമ്മുടെ ലൈഫുമായിട്ട് ഒന്ന് കണക്റ്റും കൂടി ചെയ്താലോ എളുപ്പം, സുന്ദരം കേട്ടോ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഫോർമൽ ഓർഗനൈസേഷൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിഫറൻസ് പറയും. ഈ ഡിഫറൻസ് പഠിച്ചാൽ 2 ഗുണം. നമുക്ക് എന്ത് പറയാം, ഫോർമലിനെ കുറിച്ച് ചോദിച്ചാൽ മാത്രമാണ് ചോദ്യം 3 മാർക്കിന് വരുന്നെങ്കിൽ അതും നമുക്ക് എഴുതാം. ഇൻഫോർമലിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഇൻഫോർമൽ മാത്രമായിട്ടും എഴുതാം. ഡിഫറൻസിയേഷൻ ചോദിച്ചാൽ അതും എഴുതാം. എങ്ങനെ നോക്കിയാലും ലാഭമായിട്ടുള്ള ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചാൽ മതി അല്ലേ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഡിഫറൻസ്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിന് ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് ഫംഗ്ഷനിലും ഡിവിഷനിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് ഫംഗ്ഷനിൽ, എന്താണ് ഡിവിഷനിൽ എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലേ. ഓൺ ദി ബേസ് ഓഫ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഫംഗ്ഷണൽ ഡിവിഷൻ എന്ന് പറയുന്നു. ഓൺ ദി ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഓർ ഏരിയ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഷണൽ എന്ന് പറയുന്നു. എന്ത് എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കേട്ടോ. എളുപ്പമാക്കി പഠിക്കുക അല്ലേ. ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ളത്. ഓക്കെ. സംഘടനാ സംവിധാനങ്ങളുടെ ഫംഗ്ഷണൽ ഘടനയും ഡിവിഷണൽ ഘടനയും തമ്മിലുള്ള ഏതെങ്കിലും 4 വ്യത്യാസങ്ങൾ എഴുതുക. 4 മാർക്കിന് ചോദ്യം ചിലപ്പോൾ 4 വ്യത്യാസങ്ങളെ ചോദിക്കുള്ളൂ. 5 മാർക്കിൻ്റെ 5ഓ 6ഓ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മിനിമം ഒരു 5 ഡിഫറൻസ് പഠിച്ച് വെച്ചേക്കാം. എന്നാൽ സേഫായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, നമുക്ക് 5 എണ്ണം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേഫാക്കി വെക്കാവുന്നതാണ് അല്ലേ. ഫംഗ്ഷനിലും ഡിവിഷനിലും അത് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഒറ്റ കാര്യം കൂടി പഠിക്കുക. ഫംഗ്ഷനിലെയും ഡിവിഷനിലെയും ഡയഗ്രാം വരയ്ക്കാനും കൂടി എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചേക്കുക. ഒരു പണിയില്ല കേട്ടോ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയുന്നത്. ഫംഗ്ഷനിലാണെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സിൻ്റെ പേര് എഴുതുക. ഡിവിഷനിലാണെങ്കിൽ പ്രൊഡക്റ്റ് 1 പ്രൊഡക്റ്റ് 2 അല്ലെങ്കിൽ സിമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ഫാഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഡിഫറൻസ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഡയഗ്രാമും കൂടി പഠിച്ച് വെച്ചാൽ സെറ്റ്. പിന്നെ പേടിക്കാനില്ല ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ഓർഗനൈസിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും, നമ്മൾ സ്റ്റാഫിങ്ങിലേക്ക് പോകില്ലേ. സ്റ്റാഫിങ് ചാപ്റ്റർ ഓർമ്മയുണ്ടോ മക്കളെ. സ്റ്റാഫിങ് ചാപ്റ്ററിൽ ആകെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ആദ്യം സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ പറഞ്ഞു 3 ആസ്പെക്ട് ഓഫ് സ്റ്റാഫിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. റിക്രൂട്ട്മെന്റ് ആണ്, സെലക്ഷൻ ആണ്, ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. അതിൽ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദ്യം ചോദിച്ചാൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് അത് കഴിഞ്ഞു. സെലക്ഷന്റെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ സെലക്ഷന്റെ സ്റ്റെപ്സ് ചോദിക്കുന്നു. മൂന്നാമതായിട്ട് എവിടെ നിന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റും ഇന്റേണൽ റിക്രൂട്ട്മെന്റും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. 8 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്നാണ് വേരിയസ് സ്റ്റെപ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. കൂടെ എന്തും കൂടി പഠിച്ചു വെച്ചേക്കുക, സെലക്ഷന്റെ സ്റ്റെപ്സും കൂടി അങ്ങ് പഠിച്ച് വെച്ചേക്കിട്ടോ. സെലക്ഷൻ്റെ സ്റ്റെപ്സും കൂടി അങ്ങോട്ട് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ആ ചാപ്റ്ററിൽ. പിന്നെ ഓൺ ദി ജോബും ഓഫ് ദി ജോബും ആണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അവിടെ എന്ത് കഴിഞ്ഞു, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററും അവിടെ എന്ത് ചെയ്യാണ്. അടുത്തതായിട്ട് 11ാമത്തേൽ എന്തിലേക്ക് പോകുന്നു, സ്റ്റാഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പറഞ്ഞു വരുമ്പോൾ ഡയറക്റ്റിംഗ് കുറച്ച് വലിയ ചാപ്റ്ററാണ്. എനിക്കത് സമ്മതിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്ത് ഗുണമുണ്ട്, 11 മാർക്കിൻ്റെ ചോദ്യം എവിടെ നിന്നാണ് വരുന്നത്, ഡയറക്റ്റിംഗ് എന്നല്ലേ. അപ്പം കുറച്ച് വലുതായാൽ എന്താ പ്രശ്നം, ആ ചാപ്റ്റർ പഠിച്ചാൽ 11 മാർക്ക് കിട്ടിയില്ലേ. എന്ത് എളുപ്പം അല്ലേ. ഡയറക്റ്റിങ്ങിൻ്റെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ എലമെന്റ്സോ ഡയമെൻഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 എണ്ണം. 1 സൂപ്പർവിഷൻ ആണ്, 2 മോട്ടിവേഷൻ ആണ്, 3 എന്താണ് 3 മോട്ടിവേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലീഡർഷിപ്പാണ്, 4ാമത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സൂപ്പർവിഷൻ എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്, മോട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്. മാസ്ലോൻ്റെ മോട്ടിവേഷനും പിന്നെ അതേപോലെ തന്നെ ഏത് മോട്ടിവേഷനും പഠിച്ചാൽ മതി, ഇൻസെൻറ്റീവ്സ് പഠിച്ചാൽ മതി, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും. മോട്ടിവേഷൻ കഴിഞ്ഞു. ശേഷം ലീഡർഷിപ്പ് ഒന്നും പറയുന്നില്ല, 3 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നു. എന്ത് എളുപ്പമാണ് നോക്കണേ. ലാസ്റ്റ് ആരെ കുറിച്ച് പറയുന്നു, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സും പഠിച്ചു വെക്കുക, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സും പഠിച്ചു വെക്കുക. കഴിഞ്ഞു. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്
പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. എന്തായാലും 11ൽ 8 മാർക്ക് ഷുവറാണ് അതിൽ നിന്ന് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്താൽ നോക്കാം. ഒന്ന് മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഒരു ഡയഗ്രത്തോട് കൂടിയിട്ട് വരയ്ക്കുക. ഡയഗ്രം എന്ന് പറയാൻ വലിയ സംഭവം ഉണ്ടോ? മാസ്ലോന്റെ ഡയഗ്രം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ 5 എണ്ണാക്കി മാറ്റുക. അതിനാണ് ഇപ്പോൾ വലിയ കാര്യത്തിൽ ഡയഗ്രാമൊക്കെ ആക്കി വരയ്ക്കണം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. വ്യക്തിഗതമായ ഉദാഹരണത്തിൻ്റെയും സംഘടനാപരമായ ഉദാഹരണത്തിൻ്റെയും സഹായത്തോടെ മാസ്ലോന്റെ ആശ്രയ ആവശ്യ ശ്രേണി സിദ്ധാന്തം വിശദമാക്കുക. മലയാളം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സോ അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഈ പറഞ്ഞതുപോലെ തന്നെ മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക വിത്ത് ഡയഗ്രാം. ഡയഗ്രാം എന്ന് പറയാൻ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലൊന്നും ഡയഗ്രാം കാണണ്ട, ജസ്റ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ച് വെക്കുക കേട്ടോ. അടുത്തതാണ് സെമിനാർ റിപ്പോർട്ട് ഓൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്. നമുക്കറിയാം 4 ബാരിയേഴ്സ് ആണ് മക്കളെ ഉള്ളത്. സെമാൻറ്റിക് ബാരിയർ ഉണ്ട്, ഓർഗനൈസേഷണൽ ബാരിയർ ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്, പേഴ്സണൽ ബാരിയർ ഉണ്ട്. ഈ 4 എഴുതിയ മക്കളെ മാർക്ക് ഇതങ്ങനെ വെറുതെ നിങ്ങളുടെ പേപ്പറിൽ ഇങ്ങനെ കിടക്കുക. അത് ഇങ്ങോട്ട് എഴുതി അങ്ങോട്ട് ഇട്ടാൽ എന്തായി, ഫുൾ മാർക്കിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ മറക്കണ്ട. അതോടുകൂടി നമ്മൾ ഡയറക്റ്റിംഗ് ചാപ്റ്ററിൽ പിന്നെ എന്ത് ചെയ്യുക, സൂപ്പർവിഷനെ കുറിച്ച് പഠിക്കാൻ മറന്നുപോകണ്ട. അത് സൂപ്പർവിഷനെ കുറിച്ചും കൂടി എന്ത് ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ മോട്ടിവേഷൻ്റെ ഇൻസെൻറ്റീവ്സ് എന്ത് ചെയ്യാൻ നോക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ എങ്ങോട്ട് പോകാം, 13ാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ 4 സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് എന്ന് പറയുന്നത് അല്ലേ. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ്. ആ ചാപ്റ്റർ ഒരു പാവം ചാപ്റ്ററാണ്, ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ 4 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് എന്താണെന്ന് ചോദിക്കാൻ, സ്റ്റെപ്സ് ഓഫ് കൺട്രോളിങ് എന്ന് ചോദിക്കുക. അത്രയേ ഉള്ളൂ അതിൽ ചോദിക്കാൻ. പാവം എന്ത് ചെയ്യണ്ട, അതിനെ നമ്മൾ ഉപദ്രവിക്കുന്നതാണ്, പഠിച്ചു കൊടുത്തേക്കുക. പാവല്ലേ, അതിനെന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ജസ്റ്റ് അത്ര അല്ലടാ ഉള്ളൂ. എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക, ഡിഫറൻസ് കാണുക, അതിൻ്റെ മെഷേഴ്സ് എടുക്കുക എന്നുള്ളത്. പാവല്ലേ, നമുക്കൊക്കെ വെറുതെ ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്ത് പറയുന്നു, ആസൂത്രണം എന്ന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. ഓക്കെ, അതും സെറ്റായി. ഓക്കെ, ആസൂത്രണമാണോ? ഓക്കെ, ഇങ്ങനെ കാണുന്നു കേട്ടോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. പിന്നെ ചാപ്റ്റർ മാറി, നമ്മുടെ ഫംഗ്ഷൻസ് കഴിഞ്ഞു. 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് അല്ലേ. ഈ 5 എണ്ണം. ചിലപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം അതുമായിട്ട് വരാം, വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഈ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് 5 എണ്ണം നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിച്ച നമ്മളോട് അതിൻ്റെ ഫംഗ്ഷൻസ് എഴുതാൻ പറഞ്ഞാൽ എന്തെങ്കിലും പണിയുണ്ടോ? എളുപ്പത്തിൽ നമ്മൾ എഴുതൂലേ. പ്ലാനിങ് എന്താണെന്ന് എഴുതൂലേ നമ്മൾ, അതേപോലെ ഓർഗനൈസിങ് എന്താണെന്ന് എഴുതൂലേ, സ്റ്റാഫിങ് എന്താണെന്ന് എഴുതൂലേ, ഡയറക്റ്റിംഗ് എന്താണെന്നും കൺട്രോളിംഗ് എന്താണെന്നും പുഷ്പം പോലെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 5 മാർക്ക് വാങ്ങുന്നു. ഓക്കെ, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് 5 എണ്ണം. അടുത്തതാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസിലെ ഇമ്പോർട്ടൻറ്റ് ധനകാര്യം. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്കല്ലേ. നമ്മുടെ ഓർഗനൈസേഷനിലെ പണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇടങ്ങേറാക്കണം, അല്ലെങ്കിൽ കുറച്ച് ടേംസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ 1 വട്ടോ 2 വട്ടോ കേട്ടാൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഒരു ചോദ്യമുണ്ട്, ഏതൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന 3 പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്നുള്ളത് നമ്മളോട് അല്ലേ. നമുക്കറിയില്ലേ ഏതൊക്കെയാണ്? ഒന്ന് ഡിവിഡൻഡ് ഡിസിഷന്, ഒന്ന് ഫിനാൻസിങ് ഡിസിഷന്, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന്. കഴിഞ്ഞു, കിട്ടി, മാർക്ക് അതൊക്കെ കിടക്കണം നമ്മുടെ ഇതില്ലേ. അതെന്താണെന്ന് എഴുതുക, ഫിനാൻസിങ് ഡിസിഷൻ എന്താണെന്നൊക്കെ എഴുതിയാൽ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്നു. പിന്നെ ഡിസ്കസ് എനി 5 ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. നമ്മൾ ഇതിൽ പഠിക്കുന്ന ഒരു സാധനമുണ്ട്, ഡിസിഷൻസ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിനുശേഷം നമ്മൾ പഠിക്കുന്നുണ്ട് 2 തരം ക്യാപിറ്റൽ ഉണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റലാണ്, 2 വർക്കിംഗ് ക്യാപിറ്റലാണെന്നല്ലേ. അതിൽ ഏതൊക്കെ ഓരോന്നിനും ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും, അതേപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ആ 2 ഫാക്ടേഴ്സ് പഠിച്ചിരിക്കുക. വീണ്ടും ഒരു 3 ഫാക്ടേഴ്സ് പഠിക്കാണ്ട്, ഫിനാൻസിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ്റെ ഫാക്ടേഴ്സ് എന്താണ്. പക്ഷേ നമുക്ക് എന്തുണ്ട്, അതിൽ കുറേയൊക്കെ സെയിം സാധനങ്ങളാണ് വരുന്നത്. ഒന്ന് കമ്പാരിസൺ, ഓരോ ഫാക്ടേഴ്സ് എടുത്ത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഒന്നാണല്ലോ എന്ന് തോന്നും. വർക്കിങ്ങും എന്തും ചെയ്യുക, ഫിക്സഡും ഒരു കാറ്റഗറി ആക്കി മാറ്റുക കേട്ടോ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത നിർണ്ണയം ഏതെങ്കിലും 5 ഘടകങ്ങൾ വിവരിക്കുക. 5 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും, 5 എണ്ണം വിവരിച്ചാൽ മതി എളുപ്പത്തിൽ കേട്ടോ. ഓക്കെ, ഇനി ഇതാ ലാസ്റ്റ് ഒരു 5 ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ 20 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. 16ാമത് ഇതിൻ്റെ ഫാക്ടർ എഫക്ട് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഞാൻ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊരു ചോദ്യം വന്നൂല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോഴുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് എപ്പോഴും ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറും, അതേപോലെ തന്നെ ഫൈനാൻസിങ് ഡിസിഷൻ്റെ ഫാക്ടേഴ്സും നമുക്ക് എന്താണ്, സെയിം ആണ് കേട്ടോ. ലൈവ് കയറിയ മക്കളെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പഠിച്ച് സിമ്പിൾ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ ലൈവ് കയറാൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് നുറുങ്ങ് വിദ്യകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നത് ലൈവിലായിരിക്കും, മറന്നു പോകണ്ട. എന്തായാലും 7 മണിയുള്ള ലൈവിന് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ,
ഓക്കെ. സോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി 8 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് വന്നു, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതിമനോഹരമായ ഒരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പഠിക്കാനില്ലേ. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വരാം. ഒരു ചോദ്യമാണ് 8 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വരാം. വിപണനത്തിന്റെ ഏതെങ്കിലും 8 ധർമ്മങ്ങൾ വിശദീകരിക്കുക. 8 ധർമ്മങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവറാണല്ലേ, അത് 8 മാർക്കിന്റെ ചോദ്യമാണെന്നുള്ളത്. അപ്പം എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ കോമൺലി യൂസ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. സെയിൽസ് പ്രൊമോഷന് അഥവാ വിക്രിയ സംവാദത്തിനുള്ള ഏതെങ്കിലും 8 പ്രവർത്തനങ്ങൾ ചുരുക്കി പ്രതിപാദിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും 8 സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്ത് ചെയ്യുക, വിശദീകരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ടെക്നിക്സിലെ? ഓഫർ കൊടുക്കുന്നു, 50% ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് കൊടുക്കുന്നു, റിബേറ്റ് കൊടുക്കുന്നു, റീഫണ്ട് കൊടുക്കുന്നു. ഈ വക കാര്യങ്ങളാണ് മക്കളെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്തോ വലിയ കഷ്ടപ്പെട്ട് പഠിക്കാനുണ്ടോ? ഇത് നാളെ നമ്മൾ നെസ്റ്റോയിൽ കയറിയാൽ നെസ്റ്റോയിൽ കാണുന്ന പല കാര്യങ്ങൾ എന്ന് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതി, അവിടെ ഡിസ്കൗണ്ട് നമ്മൾ കാണും, ബൈ വൺ ഗെറ്റ് വൺ നമ്മൾ കാണും, റീഫണ്ട് നമ്മൾ കാണും, ഡിസ്കൗണ്ട് നമ്മൾ, ഇതെല്ലാം നമ്മൾ അവിടെ കാണുന്നതല്ലേ. അതങ്ങോട്ട് ആൻസർ ഷീറ്റിൽ അങ്ങോട്ട് എഴുതുക, കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്നല്ല. 4 പീസ് അറിയാണ്ട് നമ്മൾ മാർക്കറ്റിംഗ് ചാപ്റ്റർ പഠിക്കുമോ? പ്രൈസ്, പ്രൊമോഷന്, പ്ലേസ് എന്നില്ലേ, പിന്നെന്തായാലും പ്രോഡക്റ്റ്, അങ്ങനെ 4 കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈസിയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ മുകളിൽ പറഞ്ഞതു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് 4 പീസൊക്കെ ആയിട്ട് ചോദിക്കട്ടെ എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അവസാനം ഗിവ് ബ്രീഫ് ഐഡിയ അബൌട്ട് എനി 4 കൺസ്യൂമർ റൈറ്റ്സ്. ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മളൊരു സാധനം വാങ്ങിയിട്ട് കുടുങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, പറ്റിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഇതിൽ കേസ് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് അധികാരങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത് അല്ലേ. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. എന്തുകൊണ്ട്, നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്, നമുക്ക് ആവശ്യമുള്ള ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ കൺസ്യൂമർ എന്നുള്ളത് നിനക്ക് നമ്മുടെ റൈറ്റ്സ് ആണ് ഇവിടെ ഒരു 4 എണ്ണം ചുരുക്കിയത്. ഉപഭോക്തൃ അവകാശങ്ങൾ, നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ്, അതെന്ത് ചെയ്യണം, നമ്മൾ എഴുതുന്നു 4 റൈറ്റ്സ് നമ്മുടേത്. അതേപോലെ തന്നെ അതിന് റിഡ്രസൽ ഫോറം ഉണ്ട്, 3 റിഡ്രസൽ ഫോറംസിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ചാപ്റ്ററിൽ. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലിൽ എന്നുള്ളത് 3 എണ്ണം കൂടി അങ്ങോട്ട് പഠിച്ചു നോക്കുക. ആ ചാപ്റ്ററും കഴിഞ്ഞു മക്കളെ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഒരു 20 ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് ആയിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിചയ പോർട്ടിന് പറയാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അപ്കമിങ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആരും എന്ത് ചെയ്യാൻ മറക്കണ്ട, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിന് ലിങ്കും കാര്യങ്ങളും അപ്ഡേറ്റ്സും എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ടു ജോയിൻ ദ ലൈവ്. ഓക്കെ. അപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന, അടിപൊളിയായിട്ട്. ഇനി നമുക്ക് 2 ദിവസമേ ഉള്ളൂ, വി ഡോണ്ട് വരി. ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല, എവിടെ നിന്നൊക്കെയാണോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, കളക്ട് ഓൾ ദാറ്റ് ഇൻഫർമേഷൻ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം ഏറ്റവും ഭംഗിയായിട്ട് എഴുതുന്ന, അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ.